ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. സിന്ദൂരം എന്ന കമലാ ഗോവിന്ദ് നോവലിൻ്റെ 3-ാമത്തെ എപ്പിസോഡ്. കല്യാണപന്തലും മണ്ഡപവും അമ്പരം നിൽക്കെ സാക്ഷിയൊന്നനങ്ങി ചമ്പ്രം പടിഞ്ഞിരുന്നു. എല്ലാവരെയും നോക്കി പല്ലു മുഴുവൻ കാട്ടി ചിരിച്ചു. നോട്ടം വീണ്ടും അടുത്ത് അമ്പരന്ന് നിൽക്കുന്ന വർഷയിലെത്തിയപ്പോൾ അവളുടെ മുഖം കടുവിച്ചു. ഇടതുകരം കൊണ്ട് മെല്ലെ വർഷയുടെ കാലിൽ പിടിച്ചൊന്ന് തള്ളിയിട്ട് അവൾ പറഞ്ഞു, നാണല്ലാതെ വന്നേക്കുന്നു. എൻ്റെ വല്യേട്ടയുടെ അടുത്ത് ഇരിക്കാൻ ഇച്ചിരി പുളിക്കും. അവൾ ഉദയനോട് ചേർന്നിരുന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ വല്യേട്ടായ, ഇവിടെ ഇരിക്കാനേ കൊതിക്കണ്ട. തട്ടിപ്പടഞ്ഞ് വിനയൻ ഓടിയെത്തി. സാച്ചിയുടെ കൈമേ പിടിച്ച് വെപ്രാളത്തോടെ അവൻ പറഞ്ഞു, മോളിങ്ങി വന്നേ, വാ കൊച്ചേട്ടനൊരു കാര്യം പറയാം, വാ മോളെ. കൊച്ചേട്ടാ ഇവിടെ ഇരുന്നേ. സാച്ചി തനിച്ചിരിക്കുന്നതിനും അപ്പുറം വെള്ള വിരിച്ച പീഠത്തിൻ്റെ അടുത്ത് തൊട്ടിട്ട് പറഞ്ഞു, നമുക്കിവിടെ ഇരുന്നിട്ട് വല്യേട്ടയുടെ കല്യാണം കാണാം. മോളെ കൊച്ചേട്ട പറയുന്നവൾക്ക് വിനയൻ ആകെ പരുങ്ങല്ലായി. കാരണം ഉദയൻ്റെ നോട്ടത്തിന് മുന തനിക്ക് നേരെ നീളുന്നത് അവൻ അറിയുന്നുണ്ട്. പന്തലിലേക്ക് നോക്കിയപ്പോൾ സാച്ചി ഷാൻഡിയെ കണ്ടു. ഷാൻഡി, നീ ഇങ്ങോട്ട് വാടി, നമുക്കിവിടെ ഇരിക്കാടി, ഇവിടെ ഇഷ്ടം പോലെ ഇടയുണ്ട്. അവൾ വിളിച്ചു കൂവി. ചെറുക്കൻ്റെ ഒറ്റ പെങ്ങളാത്. പെൺകൂട്ടരുടെ ഭാഗത്തുനിന്നും പുരുകുറുപ്പായി. അയ്യോ, അതിത്തരം ഒരു വട്ടുകേസായി പോയാലോ. മഹാലെ, വർഷയ്ക്ക് കിട്ടിയ നാത്തൂൻ ഉഗ്രൻ ടൈപ്പ്. കഷ്ടം. ആൾക്കാരുടെ നോട്ടവും ചിരിയും പിറുപിറുപ്പും എന്തിൻ്റെയാണെന്ന് ഉദയനും വിനയനും മനസ്സിലായി. അവരിരുവരും മാത്രമല്ല, കല്യാണം നടത്തിപ്പിൻ്റെ ബഹളത്തിൽ മുഴുകി കാരണവന്മാരുമായിട്ട് സംസാരിക്കായിരുന്ന സുഖവും കണ്ടു. മകളുടെ വിക്രിയകൾ അനങ്ങാനാവാതെ അയാൾ തരിച്ചിരുന്നതേ ഉള്ളൂ. ഉദയൻ്റെയും ബന്ധുക്കളുടെ ഇടയിൽ നിന്നും പിറുപിറുപ്പുണ്ടായി. ആ പെണ്ണിനെ ഒരുക്കി കെട്ടി എഴുന്നള്ളിക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ, അവൾ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുന്നു. നല്ലൊരു ചടങ്ങ് അലമ്പിയത് കാരണം പിറുപിറുപ്പ് ഒരാരവമാകാൻ തുടങ്ങിയപ്പോൾ ദേവികുട്ടിയുടെ ചേച്ചി കാർത്തു തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റ് മണ്ഡപത്തിനടുത്തേക്ക് ചെന്നു. അവരെ കണ്ടപ്പോൾ സാച്ചി പറഞ്ഞു, പെരമേ വാ, ഇവിടെ ഇരിക്കാം. അവൾ ആഹ്ലാദത്തോടെ ഇരിപ്പിടം ചൂണ്ടിക്കാട്ടി. ആ കൊച്ചിനെ പിടിച്ചു മാറ്റി ചേർത്തി. കളിക്കാനും കളി കാണാനുള്ള സമയമില്ലത്, മുഹൂർത്തം തീരും. രംഗം ഒട്ടും സൂഹിക്കാത്ത കൂട്ടിൽ പെൺകുട്ടിൽ ഒരുവൽ ഇത്തിരി പരുഷമായിട്ട് പറഞ്ഞു. അതിനാ ഞാൻ ശ്രമിക്കണേ. കാർത്തു അയാൾക്ക് നേരെ തിരിഞ്ഞു. പോരാ, അതിലും ധൃതിയാണെങ്കിൽ നിങ്ങൾ തന്നെ പിടിച്ചു മാറ്റിക്കോ. കാർത്തുവിൻ്റെ കല്ലിച്ച സ്വരം കേട്ടതോടെ അയാൾ പിൻവലിഞ്ഞു കളഞ്ഞു. അല്ല പിന്നെ, ബുദ്ധിയില്ലാത്ത കുട്ടിയുടെ അപ്പുറത്തിരുന്നവരാ എല്ലാവരും. ആരാ എല്ലാം തേഞ്ഞത്? പിറുപിറുപ്പോടെ കാർത്തു സാച്ചിയുടെ കയ്യിൽ പിടിച്ചു. പേരമ്മയുടെ നല്ല മോളല്ലേ, വാ. ഇല്ല, ഞാൻ വരത്തില്ല. അവൾ അവിടെ തന്നെ തറഞ്ഞിരുന്നു. ഞാൻ വല്യേട്ടയുടെ കല്യാണം കണ്ടിട്ടേ വരത്തുള്ളൂ. പേരമ്മ എൻ്റെ അടുത്തിരുന്നു. മോളിങ് എണീക്ക്, എന്നാലേ കല്യാണം കാണാൻ പറ്റൂ. വരത്തില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞില്ലടി. സാച്ചിയുടെ ശബ്ദമായിരുന്നു. ആളുകൾ പരസ്പരം നോക്കിയിരുന്നു. ഉദയൻ എണീറ്റു. ആകെ വിളറി വീർത്തിരിക്കുന്നു അവൻ. സാച്ചിയെ പിടിച്ച് അവൻ പറഞ്ഞു, വരൂ. അപ്പോൾ കല്യാണം കാണണ്ട വല്യേട്ടാ? കാണാം, നീ വരൂ. ഉദയൻ അവളെ എണീപ്പിച്ചു. എന്നിട്ട് പുറത്തേക്കിറങ്ങി. മണ്ഡപത്തിൽ നിന്ന് കല്യാണച്ചക്കൻ പുറത്തിറങ്ങിയല്ലോ, തലമൂത്ത ഒരു കാരണവർ പറഞ്ഞു. ഒക്കെ അപശകനങ്ങളാ. വിനയൻ അവൻ്റെ അടുത്ത് വന്നു. നീ ഏറ്റുവെന്ന് പറഞ്ഞിട്ടോടാ? ഉദയൻ കടുപ്പത്തിൽ ചോദിച്ചു. വിനയൻ്റെ മുഖം കുനിഞ്ഞുപോയി. കാർത്തു അവർക്കരികിലേക്ക് വന്നു. ഉദയനെ സ്വീകരിച്ച ചടങ്ങിൽ വർഷയുടെ വീട്ടുകാർ നൽകിയ കസവുമാലയും ബൊക്കയും കാർത്തുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു. സാച്ചിമോള് വന്നേ, നമുക്കിതാ പൂമാലയും ബൊക്കയും ഒക്കെ കൊണ്ട് നമ്മുടെ വണ്ടിയിൽ കൊണ്ടുപോയി വെക്കാം. അല്ലെങ്കിൽ ഇത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ? കൊണ്ടുപോയി വെക്കാം. അവൾക്കത് സമ്മതമായി. മാത്രമല്ല, പൂമാലയും ബൊക്കയും വാങ്ങി കയ്യിൽ പിടിച്ചുകൊണ്ട് ആൾക്കാർക്കിടയിലൂടെ പുറത്തേക്ക് നടക്കുകയും ചെയ്തു. വാ വച്ചേട്ടാ, നമുക്കിത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കാം, അല്ലേലേ ആരെങ്കിലും കൊതിച്ചു വരും. വിനയൻ അവൾക്ക് പിന്നാലെ ചെന്നു. ഒപ്പം കാർത്തു. നമുക്കിവിടെയും കൊണ്ട് ഏതെങ്കിലും ഒരു വണ്ടിയിൽ കയറിങ്ങി പോയാലോ വിനയ? കാർത്തു ചോദിച്ചു. ആ അഭിപ്രായം വിനയനും ഉണ്ടായിരുന്നു. അവരിരുവരും കൂടി സൂത്രത്തിൽ അവളെ ഒരു കാറിന് സമീപം എത്തിച്ചു. സാക്ഷി പക്ഷേ എത്രയൊക്കെ പറഞ്ഞിട്ടും ആ കാറിനുള്ളിൽ കയറാൻ കൂട്ടാക്കിയതില്ല. പൂവച്ച് അലങ്കരിച്ച കാറിലാണ് അവൾ വന്നത്. പൂമാലയും പൊക്കിയും അവൾ പൂവച്ച കാറിനുള്ളിലേ വെക്കൂ. ഉദയൻ വന്ന കാറാണത്. ആ കാറിൽ ഇവിടെയും കൊണ്ടിപ്പോൾ പോകാൻ പറ്റുമോ? വിനയൻ തടഞ്ഞു. ബലമായി കാറിനുള്ളിൽ കയറ്റാനും അവനൊന്ന് ശ്രമിച്ചു നോക്കി. എന്നെ വിടോ? അയ്യോ വല്യേട്ടായെ! സാച്ചി ഉറക്കെ കരഞ്ഞു. അവളിൽ നിന്ന് ശ്രദ്ധ പറിച്ച് വിവാഹമണ്ഡലത്തിലേക്ക് ആൾക്കാർ തിരിഞ്ഞതേയുള്ളൂ. അപ്പോഴാണ് നിലവിളി. ആൾക്കാർ തിരിഞ്ഞു നോക്കി. വിനയൻ പിടിവിട്ടു. സാച്ചി പൂമാലയും പൊക്കിയും പൂവും വെച്ച് അലങ്കരിച്ച കാറിന് നേർക്കോടി. വിനയന് ഡോർ തുറന്നു കൊടുത്തു. സാച്ചി അതിനുള്ളിൽ കയറിയിരുന്നു. വിനയനും കാർത്തു ഒപ്പം കയറി. പേരമ്മ പോയിക്കോളൂ, വിനയൻ പറഞ്ഞു ഓർക്കാതെ. പേരമ്മയെങ്കിലും കല്യാണം കാണുമല്ലോ. എനിക്കും കാണണം കല്യാണം. ഞാനും വരുവാ പേരമ്മേ, സാച്ചി പറഞ്ഞു.
കല്യാണം തുടങ്ങുമ്പോൾ ഞാനും സാച്ചിയുടെ കൂടെ പോക്കും കേട്ടോ വിനയ. കാർത്തു അവളെ ധരിപ്പിക്കുവാനായിട്ട് പറഞ്ഞു. അതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. വിനയൻ താടിക്ക് കൈയും കൊടുത്തിരുന്നു. സാച്ചി പൂമാല കഴുത്തിലിട്ടു, ബൊക്കയും പിടിച്ചു. പിന്നെ സ്വയം നോക്കി പറഞ്ഞു, എൻ്റെ കല്യാണം കഴിഞ്ഞു പേരമ്മേ. കാർത്തു സഹതാപത്തോടെ അവളെ ഒന്ന് നോക്കി ചിരിച്ചു. പേരമ്മയുടെ കല്യാണം കഴിഞ്ഞോ പേരമ്മേ? കാർത്തു ചിരിച്ചു. കഴിഞ്ഞു. ഞാൻ കണ്ടില്ലല്ലോ പേരമ്മേ. നീ കണ്ടില്ല? കാർത്തു ചിരിച്ചു. അപ്പോഴും പേരമ്മ ഏത് വലിയേട്ടനെ കല്യാണം കഴിച്ചത്? പേരപ്പൻ. പേരപ്പ ഇതുപോലെ പൂമാല തന്നായിരുന്നോ? തന്നു. അകലേന്ന് ആർപ്പോയും കുരവയും കേട്ടു. ആർപ്പോ വിളിക്കുന്നതും കുരമ്പയിടുന്നതും കല്യാണമാണെന്ന് അവൾക്കറിയാം. അയ്യോ, അവിടെ കല്യാണം തുടങ്ങിയോ? നമുക്ക് പോകാം കൊച്ചേട്ടാ, സാച്ചി വെപ്രാളത്തോടെ പറഞ്ഞു. കല്യാണം ആയില്ല പെണ്ണേ, വിനയം പറഞ്ഞു. ഈ കൊച്ചേട്ട നുണ പറയുന്നേ. പെരമേ വാ, നമുക്ക് പോകാം. മാലയും ബൊക്കയൊക്കെ കാറിനുള്ളിലിട്ട് സാച്ചി ഇറങ്ങാനൊരുങ്ങി. ഇരിക്കണേ ഇവിടെ, വിനയൻ അവളുടെ കൈമേൽ പിടിച്ചു വെച്ചു. അയ്യോ എന്നെ വിട്. സാച്ചി ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ വിനയൻ കാറിൻ്റെ വിൻഡോ ഗ്ലാസുകളെല്ലാം ഉയർത്തി വെച്ചു, ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാനായിട്ട്. സാച്ചി കാറിക്കറിഞ്ഞു. എനിക്കങ്ങോട്ട് പോകണേ, വലിയേട്ടൻ്റെ കല്യാണം കാണണേ. മിണ്ടാതിരിക്കടി. വിനയൻ അവളുടെ ചെവിക്ക് പിടിച്ച് ശക്തമായിട്ട് കിഴുക്കി. നിന്നെക്കൊണ്ട് വല്ലാതെ ശല്യമായല്ലോ. ദേഷ്യവും ഒപ്പം സങ്കടവും ഉണ്ടായിരുന്നു വിനയന്. പോടാ നീയാ നാശം. അവളവൻ്റെ ഷർട്ടുമേൽ അള്ളിപ്പിടിച്ചു വലിച്ചു. വിനയന് അസഹ്യമായ നൊമ്പരം തോന്നി. അവന് കല്യാണം കാണാൻ കഴിഞ്ഞില്ലല്ലോ. അവൻ അറ്റതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ഏൽക്കാൻ തോന്നിയ നിമിഷത്തെ അവൻ ശപിച്ചു. ഇരുവരെയും നോക്കി സങ്കടം പൊട്ടിയ ഭാവത്തിലായിരുന്നു കാർത്തു. അനിയത്തിയുടെ മകൻ്റെ കല്യാണം കാണാൻ ആശിച്ചെത്തിയതാണ് അവർ. കാണാൻ കഴിയാത്ത സങ്കടവും അതിനുള്ളിൽ ഒതുങ്ങിയിരുന്നു. കല്യാണം കഴിഞ്ഞു എന്ന് കാറിൻ്റെ ഗ്ലാസ്സിനിടയിലൂടെ നോക്കിയപ്പോൾ വിനയന് മനസ്സിലായി, ഇനി സദ്യയാണ്. സാച്ചിയും കൊണ്ട് സദ്യക്കിരിക്കാൻ അവൻ സത്യമായിട്ടും ഭയന്നു. ആരൊക്കെ വന്ന് ആവശ്യപ്പെട്ടിട്ടും അവൻ കൂട്ടാക്കിയില്ല. ഉദയനും പറഞ്ഞു നോക്കി. ഒടുവിൽ പീതാംബരനും സുഖു എത്തി. സുഖു അവളെ കയ്യേറ്റു. അവളെയും കൊണ്ട് പോയി സദ്യക്കിരുന്നു. എന്തുകൊണ്ടോ അവൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഊണ് കഴിച്ച് ഇപ്പുറത്തിരുന്ന ആശ്വാസത്തോടെ വിനയനും കാർത്തുവും ഊണ് കഴിച്ചു. തിരിച്ചെത്തിയപ്പോഴാണ് സാച്ചി ഓടി വന്ന് കയറിയത്. അലങ്കരിച്ച കാറിൽ തന്നെ. തിരിച്ചു പോകാൻ സമയമായി. ഉദയം വന്ന് കാറിനുള്ളിൽ കയറി. സാച്ചി തെല്ല് നീങ്ങിക്കൊടുത്തിരുന്നു. കാറിനുള്ളിലേക്ക് കയറാനായി വർഷ കാലെടുത്ത് വയ്ക്കുന്ന കണ്ടപ്പോൾ സാച്ചി വെപ്രാളത്തോടെ പറഞ്ഞു, അയ്യോ വലിയേട്ട, ഈ പെണ്ണെന്തിനാ നമ്മുടെ കാറിൽ കയറുന്നേ? വേണ്ട വേണ്ട വേണ്ട, ഞാനും വലിയേട്ടായും കൊച്ചേട്ടായും പേരമേ മാത്രമേ മതി ഈ പൂവച്ച കാറിൽ. അയ്യോ മോളെ, ഇത് മോളുടെ ചേച്ചിയമ്മയല്ലേ? കാർത്തു ഇടപെട്ടു. ആ കോഷിച്ചായം പറഞ്ഞില്ലേ വലിയേട്ട കൊണ്ടുവരുന്ന ഒരു നല്ല ചേച്ചിയമ്മയെക്കുറിച്ച്? ഉദയനം പറഞ്ഞു. ഹായ്. സാച്ചിയുടെ കണ്ണുകൾ വിടർന്നു. ഇതാണോ ചേച്ചിയമ്മ? നല്ല ചേച്ചിയമ്മ. ഇങ്ങോട്ട് കയറിയിരുന്നോ ചേച്ചിയമ്മേ? അവൾ ക്ഷണിച്ചു. നീങ്ങിയിരുന്ന സ്ഥലം കൊടുത്തു. വർഷ ആശ്വാസത്തോടെ കാറിനുള്ളിലേക്ക് കയറിയിരുന്നു. ഉദയൻ്റെ അരികിൽ ചേർന്ന് തന്നെ വണ്ടി നീങ്ങി. വല്യേട്ടയുടെ കല്യാണം ഞാൻ കണ്ടില്ല വല്യേട്ടാ, സാച്ചി സങ്കടത്തോടെ പറഞ്ഞു. മുൻസീറ്റിലിരിക്കുന്ന വിനയൻ്റെ കഴുത്തിൽ വിരൽ കൊണ്ട് കുത്തിയിട്ട് അവളെ തെല്ല് ദേഷ്യത്തിൽ പറഞ്ഞു. ഈ കൊച്ചേട്ട എന്നെ വിട്ടില്ല. വീട്ടിൽ ചെല്ലട്ടെ, ഞാൻ അമ്മയോട് പറയുന്നുണ്ട്. ഉദയൻ വിഷമത്തോടെ ഇരുന്നു. അവളെ മാത്രമല്ല, തൻ്റെ അനിയനും തൻ്റെ കല്യാണം കണ്ടില്ലെന്ന് അവനറിയാം. പേരമ്മയും കണ്ടില്ല. എല്ലാം ഇവള് കാരണം. വല്യേട്ടാ, ഞാൻ കല്യാണം കണ്ടില്ലെന്ന് സാച്ചി വീണ്ടും പറഞ്ഞു. നീ മിണ്ടാതിരിക്കുക സാച്ചി, ഉദയൻ പറഞ്ഞു. ഓ, പുത്തനടുപ്പം പൂമാലയൊക്കെ കിട്ടിയപ്പോൾ വല്യേട്ടായ്ക്ക് വലിയ പവറാ. അവൾ മുഖം വീർപ്പിച്ച് അരികിലേക്ക് നീങ്ങിയിരുന്നു. പിന്നെ ഹാൻഡിൽ തിരിപ്പിടിപ്പിച്ചു. എപ്പോഴോ അവളത് തിരിച്ചിരിക്കണം. ഓടുന്ന കാറിൻ്റെ ഡോറ് തുറക്കുന്നു. സാച്ചി, ഉറക്കെ വിളിച്ച് ഉദയൻ അവളെ ചാടിപ്പിടിച്ചു. അയ്യോ, അവൾ ഭയന്ന് ഒറ്റ അലർച്ച. കാറ് സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. വർഷയുടെ തല മുൻസീറ്റിലിടിച്ചു. ഉദയൻ വർഷയുടെ നെറ്റി തടവിക്കൊടുത്തു. എൻ്റെ കുഞ്ഞേ, നിൻ്റെ കാര്യം കുറേ കഷ്ടമാണേ. നീ ഇപ്പോൾ എന്തെല്ലാം നടത്തി വെച്ചേനല്ലേടി? കാർത്തു പറഞ്ഞു. ഉദയൻ സാച്ചിയെ തനിക്കും വർഷയ്ക്കും നടുവിലേക്ക് മാറ്റിയിരുത്തി. കാറ് വീണ്ടും വിട്ടു. കല്യാണപ്പന്തൽ മുതൽ ഇവിടെ പ്രശ്നമുണ്ടാക്കി. അതോടെ ആകെ വിഷമത്തിലായിരുന്നു ഉദയൻ. ഇത് തിരിച്ചുള്ള യാത്രയിൽ ഇത് തന്നെ. വിവാഹം കഴിഞ്ഞുള്ള ആദ്യ യാത്രയാണ്. ഉദയനും വർഷയും ഒരുമിച്ച്. അതിനും നടുവിലിതാ സാച്ചിയിരിക്കുന്നു, സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് തന്നെ. വീടെത്തി. അതീവ സന്തോഷവതിയായി നിറദീപമായിട്ട് ദേവൂട്ടി വർഷയെ സ്വീകരിച്ച് ഉള്ളിലേക്ക് ആനയിച്ചു. അമ്മേ, ഇതാ അമ്മേ ചേച്ചിയമ്മ. സാച്ചി ആഹ്ലാദവതിയായി വർഷയെ തൊട്ട് കാണിച്ചുകൊണ്ട് ദേവൂട്ടിയോട് പറഞ്ഞു. നല്ല സുന്ദരി ചേച്ചിയമ്മ അല്ലമ്മേ? അതെ, നല്ല സുന്ദരി ചേച്ചിയമ്മ തന്നെ, ദേവൂട്ടി മകളെ തൊട്ടു തലോടിക്കൊണ്ട് പറഞ്ഞു. ഇനി മുതൽ ഈ ചേച്ചിയമ്മ നമ്മുടെ കൂടെയാണ് താമസിക്കുന്നത്. ചേച്ചിയമ്മ എന്ത് പറഞ്ഞാലും എൻ്റെ കുട്ടം കേൾക്കണം.
അനുസരിക്കണം. മനസ്സിലായോ? സാച്ചി സന്തോഷവതിയായി തലയാട്ടി. ദേവൂട്ടിക്കും സന്തോഷമായി. പെണ്ണ് കൊണ്ടുവരാൻ പോയിട്ട് വന്നവരുടെ യാത്ര പറച്ചിലും തിരക്കുകൂട്ടലും കണ്ടപ്പോൾ ദേവൂട്ടിയുടെ കാതിൽ കാർത്തു സാച്ചി കാട്ടിക്കുട്ടിയ വികൃതികളും കോപ്രായങ്ങളും വിവരിച്ചു കൊടുത്തു. ദേവൂട്ടി ആകെ വിളറിപ്പോയി. നീ അവളെ എന്തേലും പറഞ്ഞ് ഇവിടെ നിർത്തിയാൽ പോരായിരുന്നോ? എട്ടും പൊട്ടും തിരിയാത്തൊരു പെണ്ണ്. അവളുടെ ആങ്ങളുടെ അടുത്ത് ഒരു പെണ്ണിടിക്കാൻ വന്നപ്പോൾ അവൾക്ക് സഹിച്ചില്ല. ചാടിക്കയറി അങ്ങിരുന്നു. അതാ ഉണ്ടായേ. ആങ്ങളമാരുടെ കൂടെ അവളല്ലേ എന്നും ഇരിക്കുന്ന. ആ പതിവ് മറിച്ച് കണ്ടപ്പോൾ അതെന്താണെന്ന് അവൾക്കറിയോ? ദേവിയുട്ടിയുടെ മിഴികൾ പൊട്ടിയൊഴുകി. നീ ഇവളെ കൊഞ്ചിച്ച് വഷളാക്കിയിട്ടുണ്ട്. കാർത്തു കുറ്റപ്പെടുത്തു. ഇനി നീ ഒന്ന് സൂക്ഷിക്കണം. ഇത്ര നാളത്തെ പോലെ അല്ല. ഒരു അന്യ പെണ്ണിന്ന് ഈ കുടുംബത്തിൽ വന്നു കയറി. സാച്ചിയുടെ സ്വഭാവം നിങ്ങളൊക്കെ സഹിക്കണത് പോലെ അവൾ സഹിക്കണമെന്നില്ല. എല്ലാം അവളെ പറഞ്ഞ് മനസ്സിലാക്കി പയ്യെ പയ്യെ കൊണ്ടുവരണം. സാച്ചിയെ നിയന്ത്രിക്കണം. ഒക്കെ നിന്റെ മിടുക്ക് പോലെ ഇരിക്കും. ന്യൂനത നമ്മുടെ ഭാഗത്താ, അത് ഓർമ്മ വേണം. കാർത്തു കാര്യമായി തന്നെ പറഞ്ഞു. ദേവൂട്ടി ഒരു സ്തംഭനാവസ്ഥയിൽ അങ്ങനെ തന്നെ ഇരുന്നു പോയി. സന്ധ്യയോടുകൂടി ക്ഷണിക്കപ്പെട്ടു വന്ന എല്ലാവരും യാത്ര പറഞ്ഞ് പിരിഞ്ഞുപോയി. രാത്രി. ആദ്യ രാത്രിയുടേതായ ഒരു തയ്യാറെടുപ്പിൽ അത്യന്ത്യം പാരവിഷ്യത്തിൽ വർഷയെ എങ്ങനെ നേരിടണം, എന്തു പറയണം, എവിടെ തുടങ്ങണം എന്നൊക്കെയുള്ള അങ്കലാപ്പനും മനസ്സിൽ 100 കുറി ആവർത്തിച്ച റിഹേഴ്സലുമായിട്ടാണ് ഉദയൻ സ്വന്തം മുറിയിലെത്തിയത്. അതോടെ എല്ലാ തയ്യാറെടുപ്പും ആവിയായിപ്പോയി. മുറിയിലെ ബെഡിൽ പുത്തൻ വിരിപ്പിന് മുകളിൽ കുത്തിയിരിക്കുന്ന സാച്ചി കുലുങ്ങുന്ന ചിരിയുമായിട്ട് ബെഡിലേക്ക് മലർന്നു വീണു കിടന്നവൾ വിളിച്ചു പറഞ്ഞു, ഇന്ന് ഞാനിവിടെ വലിയേട്ടാടെ കൂടെ കിടക്കുന്നത്. ഉദയനാകെ നീറുകടിച്ച മട്ടിലായി. ഇവിടെ എങ്ങനെ ഇവിടെ നിന്ന് ഇറക്കി വിടും? ആ ചിന്തയോടെ തിരിഞ്ഞപ്പോഴോ വാതിക്കൽ സ്തംഭിച്ചു നിൽക്കുന്ന വർഷ. അവൾക്കരികിൽ വിയർപ്പിൽ കുളിച്ച് ദേവൂട്ടിയും. അധ്യായം 6. മകൻ്റെ ആദ്യ രാത്രിയാണിന്ന്. മരുമകളെ മകൻ്റെ മുറിയിലാക്കാനാണ് ദേവൂട്ടി എത്തിയത്. വിവാഹം കഴിഞ്ഞെത്തിയതോടെ ബന്ധുമിത്രാദികളെല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. അതീവ വാത്സല്യത്തോടെ വീടിനെക്കുറിച്ചും വീട്ടിലുള്ളവരെക്കുറിച്ചും ഓരോരോ കാര്യങ്ങൾ മരുമകൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് വാതിക്കലെത്തിയപ്പോഴാണ് വല്ലാത്ത കാഴ്ച അവർ കണ്ടത്. ഊണ് കഴിഞ്ഞ് ഞാൻ കിടക്കാൻ പോകുക അമ്മയെന്ന് വിളിച്ചു പറഞ്ഞ് സാച്ചി അടുക്കളയിൽ നിന്ന് ഇറങ്ങിയതാണ്. ഉദയൻ്റെയും വിനയൻ്റെയും കൂടെ അവൾ വല്ലപ്പോഴും കിടക്കാറുള്ളതാണ്. പക്ഷെ ഇന്നിങ്ങനെ ഒരു തോന്നലുണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എങ്ങനെ പിടിച്ചെടുക്കും? അതൊരു കഠിന യത്നം തന്നെയാണ്. അവർ ഉദയനെ നോക്കി സ്തംഭിച്ചു നിൽക്കുകയാണ് അവൻ. ദേവൂട്ടി തെല്ല് ആ ശാസന പോലെ അകത്തേക്ക് നോക്കി വിളിച്ചു, മോളെന്തിനാണ് ഇവിടെ കിടക്കുന്നത്? ഇങ്ങനെ ഇറങ്ങി വാ, അമ്മയുടെ കൂടെ കിടക്കാമല്ലോ. ഇല്ല, തിരിഞ്ഞു കിടന്ന് സാച്ചി പറഞ്ഞു. ഞാൻ ഇവിടെ കിടക്കുന്നത് വലിയേട്ടയുടെ കൂടെ. ദേഷ്യപ്പെട്ടിട്ടോ ശകാരിച്ചിട്ടോ അവളെ ഒട്ടും അനുസരിപ്പിക്കാനാവില്ല. അവർ വാക്കുകളിൽ മധുരവും സ്നേഹവും പുരട്ടി. വാത്സല്യത്തോടെ വിളിച്ചു, അമ്മയുടെ കുട്ടിയല്ലേ, വാടാ, ഇന്നെൻ്റെ അമ്മൂട്ടി കിടക്കണ അമ്മയുടെ കൂടെ. സാച്ചി ചിരികൂട്ടി. പുതപ്പ് വലിച്ച് ദേഹത്ത് മൂടിയിട്ട് അവൾ പറഞ്ഞു, ഞാൻ വലിയേട്ടയുടെ കൂടെ എന്ന്. എൻ്റെ കുട്ടരിങ്ങ് പോരി, നീ ഇന്നിവിടെ കിടക്കണ്ട, വാ എണീറ്റ് വാ. ഞാനിന്നിവിടെ കിടന്നാലെന്നാടി അമ്മേ? സാച്ചിക്ക് ദേഷ്യം വന്നു. അവളിവിടെ കിടന്നോട്ടെ അമ്മയെന്ന് പറഞ്ഞ് പതിവ് പോലെ രംഗം സോൾവ് ചെയ്യാൻ ഉദയന് കഴിയുന്നില്ല. ആകെ തീപിടിച്ചൊരു മട്ടിലായിരുന്നു അവൻ. സങ്കല്പത്തിൽ ഒരുപാട് താലോലിച്ച വിവാഹ ചടങ്ങും മടക്കയാത്രയും സാച്ചി അലങ്കോലമാക്കി. ഇനി ഈ ആദ്യ രാത്രി കൂടി അലങ്കോലമാകുമോ? തന്നെക്കുറിച്ചല്ല, ഒന്നും അറിയാത്ത വർഷയുടെ വിഷമത്തെക്കുറിച്ചാണ് അവൻ ഏറെ ആശങ്ക. സാച്ചി, മോള് ചെല്ല്, അമ്മ ഒരു പുതിയ ബോളി വറുത്ത് വെച്ചിട്ടുണ്ട്, അവൻ പറഞ്ഞു. എനിക്കിപ്പോൾ ഒന്നും വേണ്ട വലിയേട്ടാ. അവളെ കിടക്കയിൽ എണീറ്റിരുന്നു. എൻ്റെ വയറുതേ പൊട്ടാറായിരിക്കുക. സാച്ചി വയറ് വീർപ്പിച്ച് കാണിച്ചു. ഉദയൻ നിസ്സഹായതയോടെ അമ്മയൊന്ന് നോക്കി. ദേവൂട്ടി അതിലേറെ നിസ്സഹായാണ്. ഇങ്ങനെ പോയാൽ ഒന്നും ആകില്ലെന്ന് ഉദയന് തോന്നി. അതോടെ അവൻ ഗൗരവത്തിലായി. സാച്ചിയുടെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, ഓൾ എണീറ്റേ, അമ്മയോടൊപ്പം പോയിക്കോളൂ. വലിയേട്ടാ. സാച്ചി പറ്റിലൊന്ന് ഭാവത്തിൽ കിണുങ്ങി. സാച്ചി, നിന്നോടാ പറഞ്ഞത്. ഉദയൻ അല്പം കൂടി ഗൗരവത്തിലായി. പോടാ. സാച്ചിക്ക് ദേഷ്യം വന്നു. ഞാനിപ്പോൾ പോണില്ലടാ, അവൾ വീണ്ടും വെട്ടിയിട്ടതുപോലെ കിടക്കയിലേക്ക് പറഞ്ഞു. ദേഷ്യം വന്നാൽ തീരെ അസത്താണ് അവൾ. കിടക്കവരിയാകെ വലിച്ചുപൊക്കി ചുരുട്ടിക്കുട്ടി. തലയിണകൾ പൊക്കിയെടുത്ത് മുറിയുടെ മൂലയിലേക്ക് എറിഞ്ഞ് അവൾ ദേഷ്യം പ്രകടിപ്പിച്ചു. സാച്ചി. ദേവൂട്ടി ഗത്യന്തരമില്ലാതെ മകൻ്റെ മണിയറയിലേക്ക് കയറി. എന്നിട്ട് മാളെ കടന്നു പിടിച്ചു. വാടിയുടെ, നിന്നോടല്ലേ ഈ പറയുന്നത്? ഇറങ്ങി വരാൻ. എടി ഇറങ്ങി വരാൻ. അയ്യോ എന്നെ വിടേ, ഓടിവായോ, എന്നെ പിടിക്കുന്നേ. അവൾ ഉറക്കെ നിലവിളിച്ചു. ദേവൂട്ടി വല്ലാത്ത നിസ്സഹായതയിൽ അവളുടെ ചെവിക്ക് പിടിച്ച് നോവിക്കാത്ത വിധം കിഴുക്കി ചുമലിൽ 2 അടിയും കൊടുത്തു. അതോടെ കരച്ചിൽ ഒച്ചത്തിലായി. അയ്യോ അച്ഛാ, കൊച്ചേട്ടാ, ഓടി വരണേ, എന്നെ കൊല്ലാൻ പോണേ. സുഖവും വിനയനും പാഞ്ഞവിടെ എത്തി. അവിടെ അരങ്ങേറിയിരുന്ന പുകിലറിയാതിരുന്നതിനാൽ അവർ പകപ്പോടെ ചോദിച്ചു, എന്താ ചോദിച്ചെങ്കിലും എൻ്റെ അംഗം കണ്ട ഒരു കാര്യം മനസ്സിലാക്കി.
മുറിയുടെ വാതിക്കൽ ആകെ വിഷണ്ണനായി നിൽക്കുന്ന വർഷ. അകത്ത് നിസ്സഹായ അവസ്ഥയിൽ ഉദയൻ. ബെഡിൽ നിന്നും സാക്ഷിയെ ബലമായി ഇറക്കാൻ ശ്രമിക്കുന്ന അമ്മ. കാര്യം മനസ്സിലാക്കാൻ ഇതിലപ്പുറം എന്തു വേണം? വിനയൻ അച്ഛനെ നോക്കി, അച്ഛൻ വിനയനെയും. വിനയൻ തന്നെ അകത്തേക്ക് കയറി. അമ്മ മാറ്. തെല്ല് ദേഷ്യത്തിൽ സാക്ഷിയെ ബോധിപ്പിക്കാനെന്നോണം അവൻ അമ്മയോട് ദേഷ്യപ്പെട്ടു. പിന്നെ സാക്ഷിയെ സോപ്പിടാൻ നോക്കി. മോളിന്ന് അവൾക്ക് ഇഷ്ടമുള്ളിടത്തേ കിടക്കുന്നുള്ളൂ. ആരാ ചോദിക്കാൻ? ആരാ തടയാൻ? സാക്ഷിയുടെ മുഖം തെളിഞ്ഞു. നയപ്പെടുത്തലും സോപ്പിടലും പുകഴ്ത്തലുകളും അല്ലാതെ ദേഷ്യം കൊണ്ട് സാക്ഷിയെ അനുസരിപ്പിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്ന് കരുതി ചില പ്രവൃത്തി കാണുമ്പോൾ ദേഷ്യം വരാതിരിക്കുന്നത് എങ്ങനെയാ? വിനയൻ അവളെ ചേർത്ത് പിടിച്ചു. ഇന്ന് മോള് കൊച്ചേട്ടയുടെ കൂടെ കിടക്കുന്നു. രാവിലെ പറഞ്ഞതല്ലേ, ഞാനവിടെ എത്ര നേരം കിടക്കുക? മോള് വരുന്നത് നോക്കിയിട്ട്. മോൾ എൻ്റെ അടുത്ത് വന്നതല്ലേ? മുറി തെറ്റിപ്പോയതല്ലേ? ആ, മുറി തെറ്റിപ്പോയതാ. ചമ്മയതുപോലെ അവൾ പറഞ്ഞു. എന്നാൽ വേഗം വാ. വിനയൻ അവളെ പിടിച്ചു വരിച്ചു. അവൾ എണീറ്റു. അവനോടൊപ്പം നടന്നു. പെട്ടെന്ന് തിരിഞ്ഞ് ഉദയൻ്റെ അടുത്ത് നിന്നിട്ട് രൂക്ഷമായി നോക്കിയിട്ട് പറഞ്ഞു, പോടാ കുരങ്ങ, 100 കുരങ്ങ. ദേവൂട്ടിയെ പിടിച്ച് പിന്നോട്ട് തള്ളിക്കൊണ്ട് ചോദിച്ചു, നീ എന്നെ തല്ലിയല്ലേടി? നാളെ ഞാൻ പോലീസിനെ കൊണ്ടൊന്ന് നിന്നെ ഇടിപ്പിക്കും. ഇടിച്ച് ചമ്മന്തിയാക്കും, കണ്ടോ? പിന്നെ വിനയനോടൊപ്പം വാതക്കലെത്തി. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വർഷയെ നോക്കിയും അവൾ പറഞ്ഞു, നിന്നെയും പോലീസിനെ കൊണ്ട് ഇടിപ്പിച്ച് ചമ്മന്തിയാക്കും. ദോശയ്ക്ക് കിട്ടുന്ന പോലത്തെ ചമ്മന്തി. പിന്നെ അവൾക്ക് നേരെ ചിറുകൂട്ടി കോക്കറി കൂട്ടിയിട്ടാണ് അവൾ വിനയനോടൊപ്പം പോയത്. നിറമിഴികളോടെ ദേവൂട്ടി ഉദയനൊന്ന് നോക്കി. ഉദയൻ മുഖം തിരിച്ചു കളഞ്ഞു. മെല്ലെ ദേവൂട്ടി ആ മുറിയിൽ നിന്നിറങ്ങി. എല്ലാം കൊണ്ട് കണ്ണുകൾ നനഞ്ഞപാടെ നിൽക്കുകയായിരുന്നു സുഖു. ഇരുവരും തങ്ങളുടെ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയ ദേവൂട്ടി ചങ്ക് പൊടിഞ്ഞിട്ടെന്ന വണ്ണം ഉറക്കെ കരയുകയും ചെയ്തു. 2 മക്കളെ തന്നു. 3ാമതൊരു പെങ്കൊച്ചിനായി മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ഒരു തെറ്റേ ഞാൻ ചെയ്തുള്ളൂ. അതെങ്ങനെ ദൈവം നമ്മളെ ശിക്ഷിച്ചു കളഞ്ഞല്ലോ. അതിനെ ഇത്തരം ഒന്നിനെ എൻ്റെ വയറ്റിലിട്ട് തന്നു. മറ്റുള്ളവർക്ക് ശല്യത്തിനായിട്ട് മാത്രം. മുൻജന്മ പാവം, അല്ലാതെന്താ? സുഖവും സങ്കടത്തോടെ പറഞ്ഞു. ആ സങ്കടവും ദേവൂട്ടിയുടെ തേങ്ങൽ സ്വരവും വിനയം കേട്ടു. എങ്ങനെ സമാധാനിപ്പിക്കാനാവും അമ്മയെ? ആ നിസ്സഹായത ഉദയനുണ്ടായി. മാത്രമല്ല, ഉള്ളിലാകെ വൈക്ലഭ്യവും നഷ്ടബോധവും ഉണ്ടായി അവന്. ആദ്യ രാത്രിയുടെ എല്ലാ മധുരമയും വർണ്ണഭംഗിയും ഉത്സാഹവും ഒക്കെ കെട്ടടങ്ങിയിരിക്കുന്നു. വർഷയാട്ടെ ഉള്ളിലേക്ക് ചെല്ലാതെ അപ്പോഴും വാതിക്കൽ തന്നെ അറച്ചു നിൽക്കുകയാണ്. അകത്തേക്ക് കയറാതെ അവളെ ഉള്ളിലേക്കൊന്ന് ക്ഷണിക്കാനോ പിടിച്ചൊന്നോ കയറ്റാനോ പോലും അവന് കഴിഞ്ഞില്ല. ജാള്യം, സങ്കടം, നല്ലൊരു ദിവസത്തിൻ്റെ എല്ലാ വർണ്ണപ്പൗട്ടുകളും തട്ടിത്തെറിപ്പിക്കപ്പെട്ട പ്രതീതി. അവിടെ അവിടെയായിട്ട് ചിന്നിച്ചിതറിയ അവ്യക്ത ചിത്രങ്ങൾ. വർഷ വാതിക്കൽ കട്ടിളപ്പടിമേൽ ചാരി നിന്ന് മെല്ലെ ഉദയനെ നോക്കി. അവൾക്ക് പക്ഷേ ആ രംഗം അത്ര കണ്ട് വഷളാക്കാതെ നോക്കാമായിരുന്നു. സാരമില്ല, വിവരമില്ലാത്ത കുട്ടിയല്ലേ എന്നൊരു വാക്ക് അവളിൽ നിന്നും ആ സമയത്ത് വീഴുന്നത് എല്ലാവരിലും ആശ്വാസം പകരുമായിരുന്നു. ഇപ്പോഴാണെങ്കിലും വർഷ എന്ത് കരുതുന്ന ജാള്യമാണ് ഉദയനേറെ. സാരല്ല, നമ്മളത് കാര്യമാക്കണ്ട എന്ന് ഇപ്പോഴെങ്കിലും അവളൊന്ന് പറഞ്ഞാൽ കുറഞ്ഞ പക്ഷം ഉദയൻ്റെ പിരിമുറുക്കമെങ്കിലും തീരും. വർഷ അത് പറഞ്ഞില്ല. മാത്രമല്ല, രാവിലെ വിവാഹ മണ്ഡപത്തിൽ സാക്ഷി അരങ്ങേറിയ രംഗം മുതൽ കാട്ടുകുട്ടിയതൊന്നും അവൾക്ക് ഇഷ്ടമായതുമില്ല. സാക്ഷിയെക്കുറിച്ച് അച്ഛൻ പറഞ്ഞിരുന്നു, മന്ദബുദ്ധിയായ ഒരു പെണ്ണ്. മന്ദബുദ്ധിയായി ജന്മം കൊണ്ടത് അവളുടെ തെറ്റില്ലല്ലോ. മാത്രമല്ല, അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ പരിഗണന സമൂഹം കൊടുക്കേണ്ടതാണ് എന്ന പക്ഷക്കാരി കൂടിയാണ് വർഷ. അതുകൊണ്ട് തന്നെയാണ് മറ്റെല്ലാം കൊണ്ടും ഇഷ്ടമായ ഈ ബന്ധം ഈ പെൺകുട്ടിയുടെ മാത്രം പ്രശ്നത്തിൽ നഷ്ടപ്പെടുത്തേണ്ട എന്നവൾ തീരുമാനിച്ചത്. പക്ഷേ ഇത്രയ്ക്ക് വഷളായ സ്വഭാവമാണ് സാക്ഷിയുടേതെന്ന് വർഷ അറിഞ്ഞിരുന്നില്ല. അവൾക്ക് ഈർഷ്യയാണ് ഉണ്ടായത്. അച്ഛനും അമ്മയും ആങ്ങളമാരും ചേർന്ന് അവളെ വല്ലാതെ ലാളിച്ച് വഷളാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവൾക്ക് തോന്നിയത്. ഇതിൻ്റെ ശല്യം സഹിച്ചു വേണമല്ലോ മുൻപോട്ടിനി ജീവിക്കാൻ എന്ന് തോന്നിപ്പോയി അവൾക്ക്. അതോടെ വീണ്ടും മനസ്സിന് മരവിപ്പും ശരീരത്തിന് തളർച്ചയും തോന്നി. ആദ്യ രാത്രിയുടെ എല്ലാ വർണ്ണപ്പവിട്ടുകളും അവളുടെ മനസ്സിൽ വീണുടഞ്ഞു പോയിരിക്കുന്നു. ആ തളർച്ചയിൽ തന്നെ അവൾ കണ്ടു തൻ്റെ അരികിലേക്ക് വരുന്ന ഉദയനെ. വിളർച്ച മാറ്റി പകരം പുഞ്ചിരിയുടെ മുഖാവരണമണിഞ്ഞ് ഉദയൻ അവളുടെ കൈത്തലം കവർന്ന് ക്ഷണിച്ചു. വരൂ. പറയുക മാത്രമല്ല, അവളെ അവൻ തെല്ല് ഫലമായിട്ട് തന്നെ ഉള്ളിലേക്ക് നയിച്ചു. പെണ്ണിന്മേലിരുത്തി അവളുടെ ആ കൈത്തലത്തിൽ തലോടിക്കൊണ്ട് തന്നെ ഉദയൻ ചോദിച്ചു, വർഷയ്ക്ക് ബുദ്ധിമുട്ടായില്ലേ? അവൾ മറുപടി പറഞ്ഞില്ല. എന്തു ചെയ്യാം, അവളിങ്ങനെ ഒരു ജന്മമായിപ്പോയി. മന്ദബുദ്ധിയാണെങ്കിലും അവൾ ഞങ്ങൾക്കൊരേ ഒരു പെങ്ങളല്ലേ, വെറുക്കാനാവില്ലല്ലോ. അവൻ്റെ സ്വരത്തിലെ നനവറഞ്ഞിട്ടെന്നോണം വർഷം മുഖം തിരിച്ച് മെല്ലെ അവനെ നോക്കി. ഞാനിപ്പോഴും ഓർക്കുന്നു, എനിക്ക് 10-11 വയസ്സുണ്ടെന്ന് അമ്മ പ്രസവിക്കുമ്പോൾ.
ഒരു കുഞ്ഞു പെങ്ങളെ കിട്ടിയെന്ന് ഞാനും വിനയനും ആർത്ത് വിളിച്ച് പറഞ്ഞു നടന്നു. പക്ഷെ 2 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അവളൊരു മന്ദബുദ്ധിയാണെന്ന്. ഉദയൻ വർഷയുടെ കൈത്തലൻ സംസാരത്തിനിടയിൽ തഴുകിത്തലോടി അവളോട് ചേർന്നിരുന്നു. അവളെ പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ബുദ്ധിമാന്യം സംഭവിച്ചു എന്ന് കരുതി കുഞ്ഞിനെ ഒട്ടും അവഗണിക്കരുതെന്ന്, ഒരുപാട് സ്നേഹം നൽകണമെന്ന്. ഓരോ കാര്യവും 100 തവണ പറഞ്ഞാലേ ഒന്നെങ്കിലും അവൾ ഗ്രഹിച്ചെടുക്കുകയുള്ളൂ. ഉദയൻ തുടർന്നു. മാനസിക വളർച്ച കുറവായതുകൊണ്ട് ഞാൻ സാക്ഷിയെ ഒരുപാട് ലാളിച്ചു. ആവശ്യപ്പെടുന്നതൊക്കെ നൽകി, ഷാഢ്യങ്ങൾക്കൊക്കെ അരുനിന്നു. അങ്ങനെ ചെയ്താ ഞങ്ങൾക്ക് ശീലമുള്ളൂ. വർഷ എല്ലാം കേൾക്കുകയാണ്. സാജിദ് എന്നാണ് അവൾക്ക് അച്ഛനിട്ട പേര്. ആ പേര് ഞാൻ പറഞ്ഞു കൊടുത്തതാണ് എൻ്റെ കുഞ്ഞു പെങ്ങൾക്കിടാൻ. സാജിദ സാക്ഷിയായി ചുരുക്കി. ഇത്തിരി പിടിഭാഷയും ഷാഢ്യവും ഉണ്ട്. ആദ്യം കാണുന്നവർക്ക് അവളൊരു വഴക്കാളിയായിട്ട് തോന്നാം. പക്ഷെ അവൾ പാവാണ് വർഷേ. സ്നേഹം കൊണ്ട് അവളെ പെട്ടെന്ന് കീഴടക്കാം, എന്തും അനുസരിപ്പിക്കുകയും ചെയ്യാം. വർഷ തലയാട്ടി. വർഷയും അത് മനസ്സിലാക്കി വേണം അവളോട് ഇടപെടാൻ. സ്വന്തം അനുജത്തിയെ തന്നെ അവളെ കരുതണം, നല്ലവണ്ണം സ്നേഹിക്കണം. അവളെ മനഃപൂർവ്വം കരയിക്കാൻ ഇവിടെ ആരും ശ്രമിക്കാറില്ല. വർഷയുടെ വരവ് അവൾക്കോ അവൾ വർഷയ്ക്കോ ഒരു ബുദ്ധിമുട്ടായി തീരാൻ ഇടയാകരുത്. അവളേക്കാൾ വർഷ വേണം അക്കാര്യത്തിൽ ശ്രദ്ധിക്കാൻ. കാരണം വിവരവും വിദ്യാഭ്യാസവും ഉള്ള ലോകം കാണുന്ന എക്സ്പീരിയൻസും വർഷയ്ക്കുണ്ട്. ഞാൻ ശ്രമിക്കാം, അവൾ പറഞ്ഞു. ശ്രമിച്ചാൽ എല്ലാം നേരെയാകും. പക്ഷേ ഇന്ന് നടന്നതൊന്നും മനസ്സിൽ വയ്ക്കരുത്. പോകെ പോകെ വർഷയ്ക്ക് അവൾ പ്രിയപ്പെട്ടവളാകും, തീർച്ച. അവൾ മൂളി. സാക്ഷിയെക്കുറിച്ചുള്ള സംസാരം ക്രമേണ തന്നിലേക്കും തൻ്റെ കുടുംബത്തിലേക്കും തിരിച്ച് ഒടുവിൽ താനും വർഷയും കൂടി കെട്ടിപ്പടുക്കാൻ പോകുന്ന പുതുജീവിതത്തിലേക്കും മറ്റും സംസാരം നീണ്ടപ്പോൾ അല്പം മുൻപ് നടന്ന എല്ലാ സംഭവങ്ങളും ഇരുവരും മറന്നു തുടങ്ങിയിരിക്കുന്നു. അവരുടെ ലോകത്തപ്പോൾ സാക്ഷി എത്തി നോക്കിയതുപോലുമില്ല. അവർക്കിടയിൽ അവരെ മാത്രം. ഒന്നാകലിൻ്റെ ആരംഭമധുരമയിൽ മറ്റെല്ലാം മറക്കുകയായിരുന്നു ഇരുവരും. പക്ഷേ പ്രിയരെ, ഈ നോവലിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം അല്ലേ? ഒത്തിരി സ്നേഹത്തോടെ കുറച്ച് സസ്പെൻസുമായിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. വീണ്ടും കാണാം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും.